ബിജുപി എന്ന് പറയുന്നവനെ നമ്മൾ ഞാൻ ബന്ധം കഴിഞ്ഞില്ലയോ പിന്നെ ഇവനെ അമ്മയോട് പറഞ്ഞില്ലേ ജോസ്കോ ആശുപത്രിയിൽ ചെന്നിരിക്കാൻ ഇടപ്പോണ് എന്നിട്ട് അമ്മ എന്നോട് ഇവൻ പറഞ്ഞ് അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി പ്രഷർ കൂടി എന്ന് പറഞ്ഞോണ്ട് എന്നെ അവിടെ കൊണ്ടുവന്നു 2017 കൊണ്ടുവന്ന് ഇവൻ അവിടെ വന്നതും അമ്മയെ കണ്ടതും എനിക്ക് ഓർമ്മയുണ്ട് അമ്മ കമ്പയുടെ ഇരിക്കുന്നത് ഇവൻ ചെയ്തത് പിന്നെ ഓർമ്മയില്ല എന്തോ ചെയ്തത് കിടത്തിയിട്ട് പിന്നെ വെളി കിടക്കിയില്ല ദിവസം കഴിഞ്ഞ വെളി കിടക്കുന്ന ഇഞ്ചക്ഷൻ തന്നിട്ട് മയക്കി കിടത്തി 18 ദിവസം ഇവന് ഇങ്ങനത്തെ കൂണ്ടകൾ ആശുപത്രി ഇവിടെ ഒത്തിരി അറിയാം പരിമലയിൽ ഇതുപോലെ തന്നെ ഇത് കൊണ്ടുപോയിട്ടതല്ലയോ അതുപോലെ സന്തുലേന പരിമലക്കാർ ഇങ്ങനൊന്നും ചെയ്തില്ല മര്യാദ ഉണ്ടായിരുന്നു ഇവന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതൊന്നും പിന്നെ അതുപോലെ സന്തുല എന്ന് പറയുന്നേ അവിടെ ഇവന്മാര് ഇവിടെ വന്ന് 5-6 ഗൂണ്ടാർ ഇവിടെ വന്ന് എന്റെ കവലെല്ലാം അടിച്ചു പൊളിച്ചിവിടെ പോർന്നു ഈ കുട്ടനെന്ന് പറയുന്ന സുബ്രഹ്മണ്യനും പിന്നെ ഈ നെറ്ററോട്ടത്തെ ശശി ഇവന്മാരൊക്കെ ഇവിടുത്തെ ആരവല്ലോ വന്നു ഇതൊക്കെ ചെയ്യാൻ പിന്നെ ഇവനൊക്കെ ആരാണ് അധികാരം കൊടുത്ത് ഇതൊക്കെ ചെയ്യാൻ ആരാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇവനാരാ ചെണ്ടി അതാരാ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ വന്ന് ഇതെല്ലാം കാണിക്കാൻ ഇങ്ങനെ വല്ലതായിട്ട് കൊണ്ടോ അവൻ അറിയിക്കാനിട്ടാ നല്ല അധികം ഞാൻ കൊടുക്കാൻ ആരുമില്ല ഇവിടെ അമ്പിടാനില്ലാതെ പോയി അതിൽ അവന്റെ കാരണക്കുരി കൊടുക്കാമായിരുന്നു അത് ഇവനെ എന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കുറെ ഗൂണ്ടകൾ ഇങ്ങനത്തെ പതിയോ ഇങ്ങനത്തെ കുറെ എന്തിനാ പറയുന്ന കേട്ടില്ലയോ ഞാൻ വൃത്തിയാരിയാന്ന് അതിന്റെ അമ്മയാണോ അതോ താരേലും ഉണ്ടോ ഞാൻ വിചാരിച്ചു അതിന്റെ അമ്മയല്ലേ വിചാരിച്ചു മക്കളുണ്ടാക്കിയത് ഞാനാണോ ഞാനിങ്ങനെ ഭരണമാക്കല്ലോ ഞാൻ വിചാരിയാണ് നീ അവന്റെ അമ്മ അവന്റെ അമ്മ വിചാരിക്കുന്നു രണ്ട് മക്കളെയാണല്ലോ 2 പേരെ കൊണ്ട് ബാക്കിയുള്ള ഉണ്ടോന്നേ ആ കരുവുറങ്ങനെ എന്നെ വിളിക്കുന്നത് വിചാരിയെന്ന് 2 കരുവുറമാണ് അവന്റെ അമ്മയെ കണ്ട് സത്യാഗ്രഹം പോയിരുന്നത് സത്യാഗ്രഹം പോയിരുന്നത് ഇങ്ങനെ കുറെ പെണ്ണുകൾ കണ്ട് കണ്ട ആണുങ്ങളെയൊക്കെ സ്വത്ത് വായിക്കാൻ സത്യാഗ്രഹം പോയിരിക്കുക സ്വത്തുകളെല്ലാം വാങ്ങിച്ച് തിന്നു എന്നിട്ട് അവരുമായിട്ട് നല്ല പിള്ളേരാകുക അവര് നാളെ അമ്മ ഇവർക്ക് അപ്പത്തി കൂടെ വന്നു അവര് പറയുന്നേ അങ്ങനെ കച്ചവടം മറന്നു ഇവിടുത്തെ വൈദ്യത്തിന് കച്ചവടം കടയിൽ പോയിട്ട് വരുമ്പോ പിന്നെ മിക്കവാറും വരുമ്പോഴേ പടത്താളാണ് അങ്ങനെ അതുപോലെ ജീവിച്ചാൽ കടയിൽ പോകുന്നത് അപ്പഴ് ഇവിടെ പറഞ്ഞു ഞങ്ങളോട് ഇതിനെ ഇവിടെ ആളുകൾ വരുന്നുണ്ടോ ഇവിടെ അങ്ങനെ ആളുടെ പേര് വിടാനല്ലോ ഇവന്മാരിങ്ങനെ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക ഇവിടെ വെള്ളിയാഴ്ചകളായിരുന്നില്ല ഞങ്ങൾ വെള്ളിയാഴ്ച പോയിട്ട് പറഞ്ഞല്ല അങ്ങനെ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക അങ്ങനെ എന്നിട്ട് ഓരോ ആളുകൾ വരുന്നത് സമയത്താത്ത എഡിറ്റ് ചെയ്ത് ചേർക്കുക പിന്നെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഏതാണ്ട് കൊല്ലത്തൂന്നൊരിക്കെ CO2 കൊണ്ടൊരു കാർ വന്ന് കിടക്കുക കുറെ ആളുകൾ ഒരു ടീം കൂടി ഇങ്ങനെ പമ്മിയിരിക്കുക അതിനകത്ത് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വരിക പമ്മിയിരിക്കുക കുറെ നാടകങ്ങളാണ് ക്യാമറയിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവന്മാരിങ്ങനെ ഉണ്ടാക്കുക നമ്മുടെ എന്നിട്ട് വൈദ്യുതൊക്കെ കൊല്ലാൻ നോക്കുക 500 മീറ്ററിങ്ങോട്ട് ഉള്ളപ്പോൾ മോഹൻ സിംഗ് 2 പ്രാവശ്യം കാറ് കൊണ്ടുവന്നത് നമ്മുടെ 2 പ്രാവശ്യം ഇടിക്കുന്ന പോലെ കൊണ്ടുവന്നത് ഭയങ്കര സ്പീഡില് അതുപോലെ അനിതാക്കോട്ടൻ എന്ന് പറയുന്ന വീടിനപ്പുറത്തൊരു ഇതുണ്ടല്ലോ കിടങ്ങ് ഈ കനാല് അവിടെ ഇരുപാടി അവിടെ പോക്ക് കാണാം അവിടോട്ട് നമുക്ക് മാറാൻ പോലും സ്ഥലമില്ല വരവ് കാണണം ഇപ്പൊ പണ്ട് ഈ കുട്ടനെന്ന് പറയുന്ന പറഞ്ഞതാ എന്തോ
കൊല്ലുന്നത്. ഞങ്ങളെയൊന്നും അല്ല. ഞങ്ങളുടെ പേരിൽ ആരും ആൾക്കാർ വാങ്ങാൻ തരത്തില്ല ആരെയും വരെ. പിന്നെ പറയുവാണേ, പിന്നെന്തുവാണ് പിന്നെ കായലി കെട്ടി ചാക്കും എന്ന് ചന്ദ്രമോഹൻ ദാസ് സാറാ പറഞ്ഞത്. ഒന്ന് കായലി കെട്ടി ചാക്കും എന്ന് പോകണ്ടേന്ന്. പിന്നെ ടെക്നോളജി വേറെ ബിനു പി എന്ന് പറയുന്ന ബിനു വി പി അയാളെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, PhD കാരൻ. അവൻ എന്നോട്